നാടകാവിഷ്കാരം ബിന്ദു ടി.ജി. രംഗപടം ആർട്ടിസ്റ്റ് ആന്റൺ ജോയ്. സമത്വ സുന്ദരമാണ് സ്ഥലം. സമാധാനം സമാധാനം ഇതത്രേ സ്ഥലത്തെ മുദ്രാവാക്യം. ഈ സ്ഥലത്ത് നടന്ന ഒരു കല്യാണം രേഖപ്പെടുത്തുകയാണ് ഈ വിനീത ചരിത്രകാരൻ. സ്ഥലത്തെ പേരുകേട്ട മുറ്റിട്ട് കളിക്കാരനാണ് ഒറ്റക്കണ്ണൻ പോക്കർ അഥവാ വൺ ഐസ് മങ്കി. മേപ്പടിയാന്റെ ഓമന മകളാണ് സൈനബ, സ്ഥലത്തെ പ്രധാന സുന്ദരി. സ്ഥലത്തെ പ്രധാന പോക്കറ്റടിക്കാരൻ മണ്ടൻ മുത്തപ്പയാകുന്നു സൈനബയുടെ കൽബ് പോക്കറ്റടിച്ചത്. ഒരു പ്രേമചതിയുടെ പേരിൽ സ്ത്രീ വിദ്വേഷിയായി മാറിയ ഒരു കള്ളനാണ് ആനവാരി രാമൻ നായർ. മനുഷ്യനെ പിഴയ്ക്കുന്ന ഒരു ദാർശനിക ചോദ്യം ചോദിച്ച് ലോകത്തെ ഞെട്ടിച്ച ദാർശനിക കള്ളനാണ് പൊൻകുരിശ് തോമ. തോമായുടെ പ്രേമഭാചനമാണ് കൊച്ചു ത്രേസ്യ. ഇവരെ കൂടാതെ സ്ഥലത്തെ പ്രധാന രാഷ്ട്രീയ ചിന്തകനായ ബുദ്ധിജീവി, ബഹുജന പക്ഷത്തു നിന്ന് ബാർബർ ഉസ്മാൻ, പണക്കാരനായ സീക്ക് എന്നിവരും അണിനിരക്കുന്നു. സ്ഥലത്തെ പ്രധാന കല്യാണം. ഇന്നെങ്കിലും നീ എന്റെ മുടിയൊന്ന് വെട്ടി തീർക്കോ ഉസ്മാനെ? ഇപ്പൊ തീർക്കാണ്ട സിൽക്കേ. അല്ല, 4 രോമമുള്ള എന്റെ മുടി വെട്ടാൻ നിനക്ക് 4 ദിവസം. അപ്പോ ബുദ്ധിജീവിന്റെ മുടി വെട്ടാൻ എത്ര ദിവസം? നിങ്ങൾക്ക് എത്ര ധൃതി ഉണ്ടെങ്കിൽ വേറെ ബാർബർ നോക്ക്. അയ്യോ, അങ്ങനെ പറയല്ലോ ഉസ്മാനെ. പല ബാർബർമാരും നക്സലേറ്റാ. ഒരൊറ്റ എണ്ണത്തിനെ വിശ്വസിച്ചുകൂടാ. പണക്കാരാണോന്ന് സംശയം തോന്നിയാ അപ്പൊ കൗത്ത് വെട്ടിക്കളയും. ഉസ്മാനെ, തന്നെ എന്റെ മുടി വെട്ടിയാ മതിട്ടാ. എത്ര ദിവസം വേണേലും എടുത്തു. തോമാവുന്നല്ലോ. കൊച്ചു ത്രേസ്യ തപ്പി ഇറങ്ങിയതാവും. പരിശുദ്ധ കാമുകി. ഒന്ന് പോടും ഉസ്മാനെ. ഒന്ന് വെച്ചാൽ 2, 2 വെച്ചാൽ 4. ആർക്കും വെക്കാം, സിൽക്കിന് വെക്കാം, ബുദ്ധിജീവിക്ക് വെക്കാം, എന്തിന് കൊന്തിരിന് പോലും വെക്കാം. രാജാവേ. നോട്ട് ചീട്ടി വെച്ചാ കായങ്ങൾക്ക്, പുള്ളി ചീട്ടി വെച്ചാ കായ കമ്പനിക്ക്. രാജാവേ. തുറക്കാൻ പോണ്, തുറക്കാൻ പോണ്. കമ്പനിക്ക്. അയ്യോ, എന്റെ പേഴ്സ് പോയേ. അയ്യോ, അതാ കള്ള ഹിബാർ മണ്ടമൂട്ടം അടിച്ചിട്ടുണ്ടാവും. മണ്ടന്റെ ഉമ്മാടെ ബാപ്പ. നിങ്ങൾ കേട്ട കൂട്ടുകാരെ ലഹള. ആ മണ്ടമുത്തപ്പ ഇന്നും ആരാട്ടിന്റെ പേഴ്സ് പിടിങ്ങി. ഈ പോക്കറ്റടി ശരിയാണോ ബുദ്ധിജീവി? ഒരു തൊഴിൽ എന്ന നിലയ്ക്ക് പോക്കറ്റടി ഒട്ടും മോശമല്ല. അതൊരു ജനകീയ സോഷ്യലിസ്റ്റ് കലയാണ്. സോവിയറ്റ് റഷ്യയിൽ ഇതിനൊക്കെ കോളേജുണ്ട്. കൊച്ചു ത്രേസ്യ, ഇന്ന ഞാൻ വെറുത്ത ചക്കക്കുരു എല്ലാരും തിന്നോ. കൊട്ടത്തനി ഉണ്ടോ കൊച്ചു ത്രേസ്യ? ചക്കരണ്ട. അതൊക്കെ തോമാക്ക് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കും. എന്താ ബുദ്ധിജീവി? അല്ല, നിങ്ങളിതെവിടെ പോണു? ഈ ബൂർഷ്വ മൂരാഴ്ചകളെ ഒതുക്കാൻ നാട്ടിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം വരണം. ചിന്തില്ല. ഓ കല്ലേ, അവളുടെ ഒരു പുളുദൂസ് പൊക്കുത്തി ബേസന്നിട്ട് പാടില്ലല്ലോ. മുത്തപ്പ, വെറുതെ അല്ല നിന്നെ എല്ലാവരും മണ്ടാന്ന് വിളിക്കണം. നേരെ ഒരു പോക്കറ്റ് അടിക്കാനും കൂടി തലച്ചോറില്ല. നിങ്ങളെല്ലാരും ചിരിച്ചോ?
ഇതൊക്കെ മാമ നിങ്ങൾ ഒരൊറ്റ ഒരുത്തൻ പറഞ്ഞ് പരത്തരം നുണകളാണ്. അതേടാ അതേടാ ഈ മാറേ, ഞാൻ തന്നെയാ പറഞ്ഞത്. കേട്ടോ കൂട്ടരെ, ഇവനെ ഞാൻ മൂക്കിൽ കൂടെ പുക വിടാൻ പഠിപ്പിച്ചു. എത്ര ഉറുപ്പിയ? 1 രൂപയ്ക്ക്. എന്നിട്ട് ഇവൻ എനിക്ക് എത്ര കാശ് തന്നു? 5 അപ്പൊ ബാക്കി 10 അവൻ പോക്കറെ പറ്റിച്ച് പോക്കറ്റ് അടിച്ചു. ഇത് നുണയാണ്. നിങ്ങളൊക്കെ കൂടിയാണ് അയാളെ തലയെ കയറ്റുന്നത്. അല്ല, നീ ചെയ്തത് ന്യായാണോ? നിങ്ങൾ പൊക്കം അവിടുന്ന്. എനിക്കറിയാം നിങ്ങളുടെ ഒരു ചാക്കരയും തേങ്ങയും പരിശുദ്ധ പ്രേമവും. എന്റെ കർത്താവേ, ഞാനൊരു ന്യായം പറഞ്ഞതാ. അല്ല പിന്നെ അതല്ലയോ ന്യായം? നിങ്ങൾ വൺ നൈസ് മങ്കിയാണ്. വൺ നൈസ് മങ്കി. വൺ നൈസ് മങ്കി. വൺ നൈസ് മങ്കി. അന്നെ എന്റെ കൈ കിട്ടൂടാ. എനിക്കറിയാടാ ഇംഗ്ലീഷുകളെ, നിങ്ങൾ വരുത്തന്മാരെല്ലാരും എന്റെ കൂടെ നിന്നിട്ട് ആ കള്ള അനിമാറിന് കൈ വെച്ചു കൊടുക്കുന്നു. കർത്താവേ, ദാ പോലീസ്. സൈനബ, ചായക്ക് ഒരു സുമാറില്ല. നീ ഇനി ആ മൊയ്താലിയുടെ കടയിൽ നിന്ന് പാല് വാങ്ങണ്ട. 1/2 ഗ്ലാസ് പാലിന് 1 കുടം വെള്ളം. അതാ മൂപ്പരുടെ കണക്ക്. പിന്നെ പാൽ എവിടെ നിന്ന് കിട്ടും കൊച്ചുരസ്യ? എടി, ആ പാത്തുമ്മാടെ ആട് പറ്റൂ, അവിടെ പാലുണ്ട്. അല്ല സൈനബ, നീ ഇങ്ങനെ ചായക്കട നടത്തിയിട്ട് പറ്റുകാരുടെ എണ്ണം കൂടുന്നല്ലാതെ കായ് വല്ലതും കിട്ടുന്നുണ്ടാ നിനക്ക്? അതിന് ഞാൻ ചായക്കട നടത്തുന്നത് കായിനാണോ? എനിക്കറിയാം മഞ്ജുത്തി, നീ ആ മുത്തപ്പയ്ക്ക് വിരുന്നൊരുക്കാനല്ലേ കൂറി ചായക്കടാന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കണത്. എന്തെങ്കിലും ഓടി വരണേ. അന്റെ പാപ്പ നമ്മളെ തല്ലാൻ ഓടിച്ചു. സൈനബ, അയ്യോ, നിങ്ങൾ ആണാണെന്നും പറഞ്ഞിട്ട് നടന്നാ പോരാ. ഇത് ധൈര്യം വേണ്ട നിങ്ങക്ക്. നീ ആ മാമൂഞ്ഞിനെ കണ്ട? എപ്പോഴുണ്ട് നിങ്ങൾക്ക് ഒരു മമ്മിന്റെ പൊങ്കിഷു കോപ്പും. നിങ്ങൾ ഇവിടെ എത്തിയാൽ കുത്തിരിക്കുന്നത്. ഞാനിപ്പൊ പുട്ടെടുക്കാം. അതിശയവും ഇന്നും കോയിമുട്ട. എടി സൈനബ, നീ ഞമ്മന്റെ പുട്ടിൽ മാത്രം കോയിമുട്ട വെക്കുന്ന് ആ മമ്മൂഞ്ഞിന് അപ്പടി പരാതിയാ. അതെന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാ? പറ്റുപോട് കണ്ട അതിൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായ? സൈനബ, നീ ഇങ്ങനെ കായിന്റെ കാര്യം പറഞ്ഞ് നിന്നെ ബേജാറാക്കരുത്. പറ്റുവകയില് കാശ് കുറച്ചെഴുതുന്നത് എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടാ? പോകുമ്പോ ടോർച്ചില് നേന്ത്രപ്പഴം വെക്കണത് എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടാ? ഇതാണ് പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിയില്ല. എല്ലാരും വെറുതെയില്ല നിങ്ങളെ മണ്ടാന്ന് വിളിക്കുന്നത്. കണ്ട, നീ ഇപ്പൊ എന്നെ മണ്ടാന്ന് പിടിച്ചില്ലേ? അതാണ് സൈനബ. അനക്കങ്ങളോട് സൈനബ, മുത്തപ്പ, അനക്കങ്ങളോട് പെരുത്തിഷ്ടം.
നിന്നെ ഞാൻ കൊല്ലും. ചായക്കട. എന്താണ്ടാ മുത്തപ്പ നിനക്ക് ഇത്ര ബേജാറ്? അറിഞ്ഞ സംഗതി അറിഞ്ഞ സൈനബാക്ക് മുത്തപ്പാടെ മുടിഞ്ഞ പ്രേമം. അങ്ങനെ തന്നെ വേണം മൂപ്പർക്ക്. ഇനി ഇവിടെ ഒരു ജഗ പോക നടക്കും. എന്റെ കാശ് പിടിഞ്ഞ ഒറ്റക്കണ്ണന് അങ്ങനെ തന്നെ വേണം. നിങ്ങക്ക് ചിരിയും കളിയും എന്റെ കാൽബി തീയാണ്. പൊൻകുരിശേ, നിങ്ങ എന്തെങ്കിലും വിദ്യ പറയേ. മുത്തപ്പ നിങ്ങള് ബേജാറാകാണ്ടിരിക്കുന്നു, നമ്മക്ക് പരിഹാരം ഉണ്ടാക്കാന്ന്. എനിക്ക് ഈ പ്രേമത്തിലും പെണ്ണിലും ഒന്നും ഒരു വിശ്വാസമില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി പെണ്ണെന്ന് പറഞ്ഞൊരു വർഗത്തെ ഞാൻ വിശ്വസിക്കുന്നു. അത് രാമനായരെ, അമ്മൂന്ന് പറഞ്ഞ് സുന്ദരിക്കോത പണ്ട് നിങ്ങളെ പറ്റിച്ചോണ്ടല്ലേ. മുത്തപ്പാക്ക് സൈനബാനെ കെട്ടിച്ചു കൊടുത്ത എന്താ ആ മങ്കിക്ക്? മൂപ്പര് 120 ഉറുപ്പിക ഉണ്ടാക്കി വെച്ചിട്ട് പെണ്ണിനെ ചട്ടുപൊക്കോന്ന് കെട്ടിച്ചു കൊടുക്കാതിരിക്കുമ്പോഴാ ഈ മണ്ടന്റെ ഒരു പ്രേമം. ഇന്ന് നോക്കിക്കോ, ആ വണ്ണൈസ് മങ്കിക്ക് റൂഹുള്ള കാലത്ത് തന്നെ ഞാൻ സൈനയെ കെട്ടും. നടക്കൂലടാ, നടക്കൂല. അനക്ക് റൂഹുള്ളിടത്തോളം കാലം അത് നടക്കൂല. പെണ്ണിനും ചെക്കനും മനസ്സുള്ള സ്ഥിതിക്ക് മുത്തപ്പാന്റെ ഭാഗത്താണ് ന്യായം. നമ്മൾ ഈ കാര്യത്തിന് വഴക്കിന് പോണ്ട. പെണ്ണിന്റെ കൽബ് പോക്കറ്റടിച്ചവന് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കണം. എടി പ്രേമക്കാരി, കപ്പ്യാരുടെ മോളെ ചലക്കാണ്ടിരുന്നോ നിന്നെ ഞാൻ. അപ്പൊ ഇനി എന്റെ മകത്ത് കേൾക്കോ? അല്ല, ഇപ്പൊ ഞാൻ എന്ത് കുറ്റം ചെയ്തു എന്നാ നിങ്ങൾ പറയണത്? ഞാനേ അവിടെ പാപ്പയാണ്, പാപ്പ. എന്റെ കയ്യിൽ രൂപയുണ്ട്. ഞാൻ അവളുടെ കല്യാണം ചട്ടുപൂക്കോന്ന് നടത്തും. അല്ലേ ബുദ്ധിജീവി? പോക്കറെ, താൻ ആ പെണ്ണിനെ പൂഴ്ത്തി വെച്ച് കരിഞ്ചന്തയിൽ വിൽക്കാൻ പോകുന്ന വിദേശ സർക്കാരിന്റെ മൂട് താങ്ങി മുതലാളിത്ത പിന്തിരിപ്പൻ മൂരാച്ചിയാണ്. ഒരു ബാപ്പ പെണ്ണിനെ വീട്ടിൽ സൂക്ഷിക്കണത് എന്ത് ബുദ്ധിപ്പ്? ഇത് എന്തോ ന്യായം? പോക്കറ്റടിച്ച് നടക്കുന്ന യവന്. ആഹാ, അപ്പൊ നിങ്ങ ഒരു മന്ത്രി വന്ന് പെണ്ണ് ചോദിച്ചാ അവന് കെട്ടിച്ചു കൊടുക്കോ സൈനബാനെ? 100 വട്ടം. എടാ കള്ള ഹിമാറെ, ഈ നാട്ടുകാരെ മുഴുവൻ പോക്കറ്റടിക്കുന്ന മന്ത്രിമാർക്ക് നിനക്ക് സൈനബാനെ കൊടുക്കാം. ജീവിക്കാൻ വേണ്ടി പോക്കറ്റടിക്കുന്ന മുത്തപ്പാക്ക് കൊടുക്കൂല അല്ലേ? ഞാനൊരു ഉപായം പറയാം. നമുക്കൊരു ചീട്ടുകളി പന്തയം വയ്ക്കാം. മുതലാളിത്ത മൂരാഴ്ച രാജ്യമായ അമേരിക്കയിലെ മലയാളികളുടെ ഇടയിൽ അങ്ങനെ ഒരു മത്സരമുണ്ടത്രേ. ഇവിടെ മത്സരം പോക്കറും മുത്തപ്പായും തമ്മിൽ. ജയിക്കുന്ന ആളുടെ പക്ഷത്ത് ന്യായം. മുത്തപ്പ ജയിച്ചാൽ മുത്തപ്പയ്ക്ക് സൈനബയെ കെട്ടിച്ചു കൊടുക്കണം. പോക്കർ ജയിച്ചാൽ മുത്തപ്പ നാളെ വിട്ടു പോകണം. അത് ഞമ്മ സമ്മതിച്ച്. നീ വെട്ടി കെട്ടി വെച്ചോ മുത്തപ്പ, മണ്ടം മുത്തപ്പ. മുത്തപ്പാക്കാൻ ഇതിനിവിടെ വന്നു ബാപ്പിണ്ടാക്ക്. സംഗതി ആകെ കൊഴഞ്ഞ മട്ടാണ് സൈനബ. അന്റെ പാപ്പ ആകെ കലിപ്പിലാണ്. ഇനി എന്ത് ചെയ്യുന്നു ആരൊക്കെ ഒരു പിടിയില്ല. അന്റെ പാപ്പനെ ഞാൻ എങ്ങനെ ചീട്ടുകളിൽ തോൽപ്പിക്കും? ആരാ സൈനബ ഈ മോന്തി നേരത്ത് വർത്താനിക്കണതോടെ? അത് പടക്കേറെ കോഴികളും നമ്മുടെ മാവ് കേറിയത് പാപ്പാ. മോന്തി നേരത്ത് കൂട്ടിക്കേറാണ്ട് ആരാന്റെ മാവിൽ നിന്ന് കിന്നാരം പറയണ കോഴികളൊക്കെ
കല്ലെറിഞ്ഞ് പറപ്പിക്കാ വേണ്ടത്. ഒരു സൂത്രണ്ട്. ബാപ്പാനെ തോൽപ്പിക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം. മുത്തപ്പ, നീ നാടൊക്കെ നല്ലോണം കണ്ടോടാ. ഇത് നിന്റെ ഒടുക്കത്തെ ദിവസ. ഇന്ന് നിങ്ങൾ കണ്ടോളി മൂത്താപ്പ ആരാണെന്ന്. ദാ ഇത് കണ്ട, ഇത് വെച്ചെന്റെ കളി ഞാൻ തുടങ്ങാൻ പോണ്. നിങ്ങൾ കണ്ട, ഈ ബർക്കത്തുള്ള കാശ് എനിക്ക് സൈനമ തന്നതാ. നിന്ന് ജനക്കാണ്ട് വന്ന് കായ് വെക്കടാ. ആർക്കും വെക്കാം, ഏത് മണ്ടനും വെക്കാം. എന്നാ ഈ സീറ്റിൽ ഇരിക്കട്ടെ. എന്താ ശരി, അപ്പൊ തുറക്കാൻ പോണത് എല്ലാരും കേട്ടാലേ. നോട്ടീസിട്ടാ ഒരു പൊടിക്കിട്ടതല്ലേ. മുത്തപ്പ പന്തയം ജയിച്ച നിലയ്ക്ക് ഈ സൈനബയെ മുത്തപ്പയ്ക്ക് എന്ന് ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ഇതിങ്ങനെ വന്നപ്പോ 21 കൊല്ലായിട്ട് നമ്മ കളിക്കുന്നത് അറിയോ? സത്യാണല്ലോ. ഇനി നാട്ടുകാരെ നിങ്ങൾ പറ, ഈ പെൺകുട്ടിയോട് ഒന്നിനെങ്കിലും ജീവനോടെ വെച്ചിരിക്കാമോ? ഇപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വാസമായ പെണ്ണെന്ന് പറഞ്ഞൊരു വർഗത്തെ ഞാൻ വിശ്വസിക്കൂല. ഇനി മുതൽ മൂരാച്ചികളെയും കരിഞ്ചന്തക്കാരെയും പൂട്ടിവെപ്പുകാരെയും ഒരു പാഠം പഠിപ്പിക്കാൻ നമ്മുടെ ബുദ്ധിശീലിയെ തെരഞ്ഞെടുത്ത വിവരം ഈ നാട്ടുകാരെ നമ്മൾ അറിയിക്കുന്നു. അപ്പോ ബുദ്ധിപരമായി ആലോചിച്ചാൽ ഈ യുദ്ധത്തിൽ ആരാ ജയിച്ചത്? ഇല്ല, ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല. സാധാരണ ജനങ്ങൾ എല്ലാവരും തോൽക്കുന്നു. അപ്പോൾ ആരാ ജയിച്ചത്? അത് പിന്നെ കൂട്ടരെ, സ്നേഹം, സൈനബാന്റെ സ്നേഹം. മംഗളം, ശുഭം.